എല്ലാവർക്കും നമസ്കാരം. പേര് വിനോദ്. കോഴിക്കോട് കുന്നമംഗലാണ് സ്വദേശം. കഴിഞ്ഞൊരു 5.5 വർഷത്തോളമായി RCM എന്ന ഈ ഒരു നന്മയിൽ ജീവിക്കുന്നു. RCMന്റെ ഒരു ബിസിനസ് എന്ന് മാത്രം പറയാൻ കഴിയില്ല, ഇതൊരു നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു വലിയൊരു നന്മയാണ് RCM. നമ്മളിൽ കൂടെ നമുക്ക് സമൂഹത്തിലെ ഒരുപാട് ആളുകളിലേക്ക് അവർക്ക് ആരോഗ്യവും സമ്പത്തും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വലിയൊരു വലിയൊരു പ്രസ്ഥാനമാണ് RCM. വെറും ബിസിനസ് മാത്രമായിട്ട് കാണാൻ കഴിയില്ല, ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാക്കേജാണ്. RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഫോർ യുവർ ഫ്യൂച്ചർ, നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഭാവിയുടെ ഒരു പ്ലാനാണ്. ഭാവിയിലേക്കുള്ള ഒരു പ്ലാൻ തന്നെയാണ് RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. ശരിക്കും നമ്മൾ സിൻസിയറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ശരിയായ രീതിയിലുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം എന്താണ് RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്നും എങ്ങനെ നമുക്ക് അതിൽ കൂടെ നേട്ടം ഉണ്ടാക്കാം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഗെറ്റിംഗ് എക്സ്ട്രാ ഇൻകം ആസ് വെൽ ആസ് എ ഗുഡ് കരിയർ. ഒരു അധിക വരുമാനം നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ നല്ലൊരു കരിയർ ആക്കാൻ മാറ്റാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ, നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിലുണ്ട്. ആ ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ദ ബിഗസ്റ്റ് ബിസിനസ് ഓഫ് ഫ്യൂച്ചർ. ഭാവിയിലെ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് അറിയുന്നത്. നമ്മളെ പല ആളുകളെ സംബന്ധിച്ചോളം ഒരു കരിയർ ഓപ്ഷൻ, പുതിയൊരു കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം, എക്സ്ട്രാ ഇൻകം, നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ജോലി സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ആ ജോലി സമയം കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് പാഴായി കളയുന്ന ഒരുപാട് സമയങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ ലൈഫിൽ. അനാവശ്യം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഒരു സന്ദർഭങ്ങളിൽ ആവശ്യങ്ങളായിരിക്കാം. നമ്മൾ TV കണ്ടും അല്ലെങ്കിൽ വെറുതെ കറങ്ങി തിരിഞ്ഞും ഒക്കെ പറയുന്ന ഒരുപാട് സമയം ഉണ്ടാവും. ആ സമയം ഒന്ന് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഇൻകം, എക്സ്ട്രാ വരുമാനം ഉണ്ടാകും. ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ചോളം ഒരു അഡീഷണൽ ഇൻകം ഒരു 500 രൂപയായിട്ട് 1000 രൂപയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പൊ അത് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ഒരു ജോലി ചെയ്ത് നമ്മൾ സെറ്റിലായി, ഫാമിലിയൊക്കെ ആയി, കുട്ടികളായി, ആ ജോലിയിൽ കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പുതിയൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അവിടെ നമ്മൾക്ക് വരാൻ പോകുന്ന പ്രശ്നം, നമ്മൾക്ക് നിലവിൽ ചെയ്തെടുക്കുന്ന ജോലി കൊണ്ട് ജീവിച്ചു പോകാമല്ലാതെ മറ്റൊന്നും കഴിയേയില്ല. അതൊന്നും നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. നല്ലൊരു ശതമാനം ആളുകൾ ഈ രീതിയിലാണ്. അവർക്കൊരു ബെസ്റ്റ് കരിയർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഇത് രണ്ടും കൂടി കുറിച്ചെന്നാണ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ബിസിനസ്. നമുക്ക് ഡയറക്ട് സെല്ലിംഗ് എന്താണ്, RCM എന്താന്ന് പറഞ്ഞത് ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. അത് പറഞ്ഞ് നമുക്ക് മാറ്റങ്ങൾ, ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചേഞ്ച് ഈസ് ദ റൂൾ ഓഫ് നേച്ചർ. ലോക നിയമമാണ് മാറ്റം. വൺ ഹു കീപ് ഓൺ ചേഞ്ചിങ് ഹിംസെൽഫ് വിത്ത് ദ ടൈം മൂവ്സ് ഫോർവേഡ്. അതായത് സമയത്തിനനുസരിച്ച് മാറാൻ തയ്യാറുള്ള ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതൊരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. മാറ്റം പ്രകൃതി നിയമമാണ്. ആ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് മാറാൻ തയ്യാറുള്ള ആൾക്കാർ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാത്ത ആളുകളോ, അവര് കറങ്ങിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ അവർക്ക് വഴി അറിയാതെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ജീവിതകാലം മുഴുവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് പോകാൻ കഴിയും. കാരണം അവർക്ക് മാറാൻ കഴിയില്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്? സാധാരണ കമ്പനികൾ ഇടത്തട്ടുകാർ വഴി പരസ്യത്തിന്റെ സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുമ്പോൾ ഇടത്തട്ടുകാരെയും പരസ്യവും ഒഴിവാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളെ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. സാധാരണ നമ്മൾ സാധനം വാങ്ങിക്കുന്ന രീതിയുണ്ട്, ആ രീതിയിൽ വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാവുന്ന സിസ്റ്റം. ഡയറക്ട് സെല്ലിംഗിന്റെ ഗ്ലോബൽ മാർക്കറ്റിലെ വിറ്റുവരവ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 18,000 കോടിക്കടുത്ത് വിറ്റുവരവാണ് നിൽക്കുന്ന സമയത്ത് ഇതിൽ ഡയറക്ട് സെല്ലിംഗിലെ മുൻനിര രാജ്യങ്ങളായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഏകദേശം 2,65,000 18 ലക്ഷത്തിലടുത്തൊക്കെ വിറ്റുവരവ് നിൽക്കുന്ന ആ ഒരു ഫിഗർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇവിടെ ഡയറക്ട് സെല്ലിംഗിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന്, കാരണം ഇപ്പോഴും വളർച്ച രേഖപ്പെടുത്തി കൊടുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ ബിസിനസ് വളർന്നു വരുന്നു. 2019 കണക്കാണ്. 18,000 കോടിക്ക് എടുത്ത് 2019 ഇന്ത്യ എത്തിയിട്ടില്ലെങ്കിൽ 2025 എത്താൻ പോകുന്ന ഒരു ഫിഗർ 65,000 കോടിയുടെ വിറ്റുവരവ് ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നാണ് പറയപ്പെടുന്നത്. 2026 കോടി, അത്രത്തോളം വലിയ വളർച്ച രേഖപ്പെടുത്താൻ പോകുന്ന ഒരു വ്യവസായമാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ എത്താം. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാകുന്ന നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അതായത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിപണന രീതി എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഒരു മാനുഫാക്ചർ, ഒരു കമ്പനി ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ ആ ഉൽപ്പന്നം നേരിട്ട് കമ്പനി C&F ഏജൻസിയിലേക്കാണ് എത്തിക്കുക. ഒരുപാട് C&F ഏജൻസികൾ ഉണ്ടാവും കമ്പനികൾക്ക്. C&F ഏജൻസികളിൽ നിന്ന് അത് സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളിലേക്ക് എത്തിക്കും. സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളിൽ നിന്ന് അത് സ്റ്റോക്കിസ്റ്റുകളിലേക്ക് എത്തും.
അവിടുന്ന് അത് ഹോൾസെയിൽ ഡീലേഴ്സിലേക്ക് എത്തും. ഹോൾസെയിൽ ഡീലേഴ്സിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന റീറ്റെയിൽ ഷോപ്പുകൾ, നമ്മുടെ ചില്ലറ വിൽപ്പനശാലകൾ, നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റേഷനറി കടയോ പലചരക്കടയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ ഏതായാലും ശരി, നമ്മൾ MRPക്ക് സാധനം വാങ്ങുന്ന റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തും. അതായത് കമ്പനി ഉണ്ടാക്കുന്ന സാധനം ഇത്രയും ഇടത്തട്ടുകാർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൊട്ടത്തിൽ റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നത്. റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ കസ്റ്റമർ സാധനം, അതായത് ഒരു 40 രൂപയ്ക്ക് ഒരു കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ ആവറേജ് മാർക്കറ്റിംഗ് ചെലവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പരസ്യത്തിനുള്ള ചെലവും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്ക് ആ ഉൽപ്പന്നവും കസ്റ്റമറിലേക്ക് എത്തും. അതായത് 60 രൂപയോളം വിതരണ ചെലവാണ്. ഈ കൂട്ടത്തിൽ ഒരു കൂട്ടരോട് ഉണ്ട്, പരസ്യക്കാരുണ്ട്. ഇവർക്കെല്ലാം കൂടെ കൂട്ടിച്ചേരുന്ന പൈസ നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന MRPക്ക് ഇതെല്ലാം പെടും. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാലോ, ഈ ഇടത്തട്ടുകാരെ പൂർണ്ണമായിട്ടും CNFനെയും സ്റ്റോക്കിസ്റ്റിനെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മാനുഫാക്ചർ എന്ന ഉൽപ്പന്നം ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക്, അവിടെ നമുക്ക് 40 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഉൽപ്പന്നം ഒരു 80 രൂപയ്ക്കെങ്കിലും നമ്മുടെ കയ്യിലെത്തും. നമുക്ക് ലാഭിക്കാം, പണം ലാഭിക്കാം. അത് ഇടത്തട്ടുകാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണം നമുക്ക് ലാഭിക്കാം. ഇനി തൊട്ടുമുമ്പത്തെ പിക്ചറിൽ കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഈ കാണുന്ന ആളുകൾ CNF ആവട്ടെ, സ്റ്റോക്കിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഹോൾസെയിലർ ആവട്ടെ, റീറ്റെയിലേഴ്സ് ആവട്ടെ, പരസ്യക്കാരാവട്ടെ, ഇവരെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അത് ഈ ഉൽപ്പന്നം ഉപഭോക്താവെന്നും നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തണമെങ്കിൽ ഇവർ കൂടിയേ തീരും. കൂടാതെ പരസ്യക്കാർ കൂടിയേ തീരും. അതായത് ഇവർ ബിസിനസ് ചെയ്യുന്നതിനാണ് ഈ 60% അവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിലോ ലക്ഷങ്ങൾ മുടക്കണം. നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾക്ക് മുടക്കാൻ ലക്ഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാത്തത്. ഡയറക്ട് സെല്ലിങ്ങിലോ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇടത്തട്ടുകാരും പരസ്യക്കാരും ചെയ്യുന്ന ആ പണി നമ്മളിവിടെ ചെയ്താൽ മതി. നമുക്ക് സാധനം വാങ്ങിക്കാം, ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ആ ഇഷ്ടം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചാൽ ആ ഹോട്ടൽ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട കടയിൽ കയറി തുണി വാങ്ങിച്ചാൽ നമ്മൾ ആ കട പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ കണ്ടാൽ ആ സിനിമയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ലെങ്കിൽ ഇവിടെ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ട് ചെയ്താലോ നമുക്ക് അതൊരു ബിസിനസ്സും കൂടെ മാറുന്നു. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അടിസ്ഥാന പാഠം. നമുക്ക് മറ്റാരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 5 ദിവസം ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല. നമ്മൾ ഉപഭോക്താവാണ്, അതേസമയം കസ്റ്റമർ കൂടെയാണ്. ഇതാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള അടിസ്ഥാനം. ഇനി നമുക്ക് ഇവിടെ RCM റോൾ എന്ന് നോക്കാം. വൈ RCM? എന്തുകൊണ്ട് RCM ആണ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? വൈ RCM? എ കമ്പനി ദാറ്റ് ഹെൽപ് ദ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ടു ഗെയിൻ ഇറ്റ്സ് ഐഡന്റിറ്റി. ഈ വ്യവസായത്തിന്റെ ഐഡന്റിറ്റിയെ, അതിനെ വളർത്താൻ സഹായിച്ച ഒരു കമ്പനിയാണ് RCM. എന്തുകൊണ്ടെന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ ഞാൻ മുമ്പ് കാണിച്ച ആ അടിസ്ഥാന പാഠങ്ങൾ അതേപോലെ പാലിക്കുന്ന ഒരു കമ്പനി RCM മാത്രമേ ഉള്ളൂ എന്ന് പറയാം. കാരണം ആ എത്തിക്സിലും വാല്യൂസിലും ഒരു വ്യത്യാസവും വരുത്താതെ ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ന്യായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, അതും നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കമ്പനി. അതുകൊണ്ട് RCMനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. 20 വർഷത്തെ എക്സ്പീരിയൻസ്, 20 വർഷമായി RCM ഫീൽഡ്, 20 years of vast experience. RCM has been set up in 2000 by Fashion Suitings Private Limited. Bhilwara belong to the reputed Chabra Group, engaged in textiles business since 1977. 1977 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന, രാജസ്ഥാനിലെ ബിൽവാര ആസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഛബ്ര ഗ്രൂപ്പ്, അവരുടെ ടെക്സ്റ്റൈൽ വിങ് ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഫാഷൻ സൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ആ കമ്പനിയാണ് RCM എന്നുള്ള ബ്രാൻഡ് നെയിമിൽ 2000 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. അവരുടെ ഒരു പാൻ പീസ് ആയിരുന്നു അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ആ തുടങ്ങിയ കമ്പനി ഇന്ന് RCMന്റെ വളർച്ച നമുക്ക് പരിശോധിച്ചാൽ 2000 ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനി ഇന്ന് 2024 എത്തി നിൽക്കുന്ന സമയത്ത് 1000-ലധികം ഉൽപ്പന്നങ്ങൾ, ഇതുണ്ടാക്കാനായിട്ട് 100-ലധികം സ്വന്തം ഫാക്ടറികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട്, 195-ലധികം, ഏകദേശം 200-നടുത്ത് ഡിപ്പോകളിൽ, 15,000-ലധികം ഔട്ട്ലെറ്റുകൾ ഓൾ ഓവർ ഇന്ത്യ, 4 കോടിക്ക് അടുത്ത് ഡയറക്ട് സെല്ലേഴ്സ്. കമ്പനിയുടെ കണക്കുപ്രകാരം 20 ലക്ഷം ആക്റ്റീവ് ഡയറക്ട് സെല്ലേഴ്സ്, അതായത് 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് RCMന്റെ വളർച്ചയാണ് കണ്ടത്. 24 വർഷം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയ വളർച്ച. 23 ആനിവേഴ്സറി കഴിഞ്ഞ നവംബറിലായിരുന്നു. 23 വർഷം കൊണ്ട് ഒരു കമ്പനി വളർന്ന വളർച്ചയാണ്. അതിന്റെ ആ ഒരു ജനങ്ങൾ എത്രത്തോളം അതിനെ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് RCM വേൾഡ്. RCMന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 150 ഏക്കർ സ്ഥലത്താണ് RCMന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഫാക്ടറി സമുച്ചയങ്ങളും താമസ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട്, ഗോഡൌണുകളും ഒക്കെ ആയിട്ട് പരന്നു കിടക്കാണ്. RCMലെ ആർക്കും നമുക്ക് അവിടെ പോകാം, എല്ലാ ഫാക്ടറികളും വിസിറ്റ് ചെയ്യാം. 2 പ്രാവശ്യം അവിടെ പോകാനുള്ള ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് RCM വേൾഡില് ടീമിനോടൊപ്പം പോകാൻ. ഇനി RCM പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത നമുക്ക് പറയുകയാണെങ്കിൽ ഡെയിലി യൂസബിൾ ആണ്, ഹൈ ക്വാളിറ്റി ആണ്, ഹെൽത്ത് സപ്പോർട്ടീവ് ആണ്, റീസണബിൾ പ്രൈസ് ആണ്.
നിത്യോപയോഗ സാധനങ്ങളാണ്, ഉന്നത ഗുണനിലവാരം പുറത്തുനിന്നാണ്, ആരോഗ്യദായകമാണ്, ന്യായവിലയ്ക്ക് ലഭിക്കുന്ന ആർസിഎം ഉൽപ്പന്നം. പ്ലാന്റുകൾ, ബിൽവാരയിലെ പ്ലാന്റ്, ഉത്തരാഖണ്ഡിലെ പ്ലാന്റ്, ഗുവാഹത്തിയിലെ പ്ലാന്റ് സ്വന്തം പ്ലാന്റുകൾ ഉണ്ടാക്കുന്നു. വിശദമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ലാബ്, കെമിക്കൽ ലാബ്, മൈക്രോബയോളജി ലാബ് എല്ലാതരം ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് ആർസിഎമ്മിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിലേക്ക് എത്തുന്നത്. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ക്വാളിറ്റി കൺട്രോളാണ്. ടിപ്പോകള്, വണ്ടർ വേൾഡുകൾ, ഡിസ്പ്ലേ വാളുകൾ, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്. അതാണ് ആർസിഎമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ റേറ്റിലും എല്ലാ റേഞ്ചിലും ഉള്ള, അതായത് ഒരു സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് അത് ലോകത്തിൽ ആർസിഎം മാത്രമായിരിക്കും. നമ്മൾ കാണുന്ന ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ പല ബ്രാൻഡുകളാണെങ്കിൽ ആർസിഎം എന്നുള്ള ഒരു പ്രൊഡക്റ്റിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ്. അതാണ് നമുക്ക് ആർസിഎം. ഇത്രത്തോളം പ്രൊഡക്റ്റുകൾ, ഗുഡ് എന്നുള്ള ശ്രേണിയിൽ നമുക്ക് പിന്നെ മാംസാഹാരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങൾ, ഗുഡ്. അതോടൊപ്പം ന്യൂട്രിചാർജ് സെഗ്മെന്റിൽ ഹെൽത്ത് സപ്ലിമെന്റ്സ്, നമുക്ക് പോഷകാഹാര കുറവുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹെൽത്ത് സപ്ലിമെന്റുകൾ നമ്മൾ ലോകോത്തര നിലവാരമുള്ള കമ്പനിയോട് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാളും ക്വാളിറ്റിയുള്ള ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റുകൾ ന്യായവിലയ്ക്ക് നമുക്ക് ഏതൊരു സാധാരണക്കാരൻ താങ്ങാവുന്ന വിലയ്ക്കാണ് നമുക്ക് ആർസിഎം കൂടെ ലഭ്യമാകുന്നത്. കീസോൾ എന്ന സെഗ്മെന്റിൽ നമുക്ക് കോസ്മെറ്റിക്സ്, അണ്ടർ ഗാർമെന്റ്സ്, പാഡുകൾ, ഹൈജീൻ പ്രൊഡക്റ്റുകൾ എല്ലാം നമുക്ക് ഒരുപാട് വർഷത്തെ റിസർച്ചിൽ കൂടിയാണ് ആർസിഎമ്മിന്റെ കീസോൾ സെഗ്മെന്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്കാണ് കീസോൾ. അതോടൊപ്പം തന്നെ ഹരിത സഞ്ജീവനി എന്നുള്ള സെഗ്മെന്റിൽ അഗ്രികൾച്ചർ മേഖലയ്ക്കുണ്ട്, ഓർഗാനിക് കൃഷിക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഹരിത സഞ്ജീവനിയിൽ. ഫുഡ് പ്രൊഡക്റ്റുകൾ, വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്, അത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നമുക്ക് ആർസിഎമ്മിൽ ലഭ്യമാണ്. അരി, ആട്ട, ഉപ്പ്, മുളക്, മല്ലി, മസാലകൾ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും. പേഴ്സണൽ കെയറിൽ നമുക്ക് വേണ്ട പേസ്റ്റ്, സോപ്പ്, ഷാമ്പു തുടങ്ങിയിട്ടുള്ള നമുക്ക് നിത്യം വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും. ഹോം കെയറിൽ നമുക്ക് വീട്ടാവശ്യം വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇന്നർ വെയർസ്, ചപ്പലുകള്, ബാഗ് ആൻഡ് അക്സസറീസ്, സ്റ്റേഷനറി, പ്ലാസ്റ്റിക് ആൻഡ് കിച്ചൺ, ടെക്സ്റ്റൈൽസ്, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ആർസിഎമ്മിൽ ലഭ്യമാണ്. നമുക്ക് എങ്ങനെ സമ്പാദിക്കാം, ആർസിഎമ്മിൽ കൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുക, 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിന്റെ ഉൽപ്പന്നത്തിന്റെ നിലവാരം, ഗുണം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടുക, അതിനുശേഷം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതാണ് അതിന്റെ ശരിയായ രീതി. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു കാശും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാശും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലേക്ക് ഇത്രയും കാലം വേറെ ഏതൊക്കെയോ കമ്പനികളിൽ നിന്നുള്ള സാധനങ്ങൾ, ഏതൊക്കെയോ കടകളിൽ നിന്ന്, അല്ലെ, നമ്മൾ സ്ഥിരം ഒരു കടയിൽ നിന്നുള്ള ആളുകളല്ല, നമ്മൾ പല കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു. പല പല കടകളിൽ നിന്ന് പല പല ബ്രാൻഡുകൾ നമ്മൾ പരസ്യം അതാത് സമയങ്ങളിൽ കാണുന്ന പരസ്യം അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്നു. അതിന് പകരം ആർസിഎമ്മിന്റെ കടയിൽ നിന്ന് ആർസിഎമ്മിന്റെ സാധനങ്ങൾ ഒന്ന് വാങ്ങിച്ചു. നിങ്ങൾക്ക് ഒരു ആർസിഎമ്മിന്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. നമ്മൾ ആർസിഎമ്മിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോൺസർ വേണം. നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയാണ് നിങ്ങളുടെ സ്പോൺസർ. നിങ്ങളെ ബിസിനസ് പറഞ്ഞ വ്യക്തി, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് ആർസിഎം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വേണ്ട ഡോക്യുമെന്റ്സ്, നമുക്കൊരു ഐ ഡി പ്രൂഫ്, ആധാറോ വോട്ടേഴ്സ് ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ്, പ്ലസ് അഡ്രസ് പ്രൂഫ്, ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ബാങ്കിന്റെ ഫ്രണ്ട് പേജ്, IFSC കോഡും ബാങ്ക് പാസ്ബുക്ക് ഫ്രണ്ട് പേജ്, അല്ലെങ്കിൽ ക്യാൻസൽ ചെക്കിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, നമുക്ക് അക്കൗണ്ടിലേക്ക് കമ്മീഷൻ വരാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ, നമുക്ക് നോമിനി, ഈ ബിസിനസ് നമുക്ക് നോമിനിക്ക് കൈമാറത്തക്ക ഒരു ബിസിനസ് ആണ്. അപ്പൊ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങളെ വിളിച്ച ആളുകൾ കൊടുത്താൽ അവർ നിങ്ങൾക്ക് നമ്പർ ആക്കി തരും. ആർസിഎം രജിസ്ട്രേഷൻ നമ്പർ ആക്കി തരും. അസോസിയേറ്റ് ബയർ എന്നാണ് ആർസിഎം നമ്പർ അറിയപ്പെടുക. അസോസിയേറ്റ് ബയർ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുമാനം കിട്ടും? 7 തരത്തിൽ നമുക്ക് വരുമാനം സമ്പാദിക്കാം. ആർസിഎമ്മിയുടെ 7 ടൈപ്പ് ഓഫ് ഇൻകം നമുക്ക് ലഭിക്കും. അതിലൊന്നാണ് സെൽഫ് യൂസ്, സ്വയം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്. എങ്ങനെയാണ് സ്വയം ഉപയോഗിക്കുമ്പോൾ വരുമാനം കിട്ടുന്നത്? 3 രീതിയിൽ വരുമാനമുണ്ട് സ്വയം ഉപയോഗിക്കുമ്പോൾ. ഒന്ന്, ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, പൊതു മാർക്കറ്റിനേക്കാൾ നമുക്ക് വില കുറവിൽ കിട്ടും, ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. 2, സ്പോട്ട് ഡിസ്കൗണ്ട്, നമുക്ക് MRPക്കുള്ള സാധനം കിട്ടുക. സാധാരണ ഇത്രയും കാലം നമ്മൾ MRPക്കാണ് സൂപ്പർ മാർക്കറ്റിലോ കടകളിലോ പോയി സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് MRPക്കല്ല, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, DP പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ആ ഡിസ്കൗണ്ടിൽ നമുക്ക് ഒരു 30% വരെ നമുക്ക് വില വ്യത്യാസമുണ്ട്. സ്പോട്ടിൽ ഡിസ്കൗണ്ട് കിട്ടും, അതൊരു ലാഭമാണ്. അതോടൊപ്പം തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ PV പ്ലസ് ഫ്രീ പ്രൊഡക്റ്റ് പ്ലസ് ക്യാഷ് റിവാർഡ്. നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഒരു PV നിശ്ചയിച്ചിട്ടുണ്ട്, പർച്ചേസ് വോളിയം. ആ പർച്ചേസ് വോളിയത്തിന് ആനുപാതികമായിട്ടാണ് നമുക്ക് ഇൻസെന്റീവ് ലഭിക്കുക. അതനുസരിച്ചുള്ള ഇൻസെന്റീവ് അടുത്ത് വരുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പ്ലസ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, ക്യാഷ് റിവാർഡ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ സ്വയം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. 2, സെയിൽസിൽ കൂടെ വരുമാനം കിട്ടാം. PUC അല്ലെങ്കിൽ വണ്ടർവേൾഡ് ക്യൂബ് ആർസിഎമ്മിന്റെ ഷോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് വരുമാനം നേടാം. ടീം ബിൽഡിംഗിലൂടെ വരുമാനം നേടാം. മന്ത്ലി ഗ്രോത്ത് ബോണസ് വരുമാനം നേടാം. ആനുവൽ ഗ്രോത്ത് ബോണസ് വരുമാനം നേടാം. ഇത്തരത്തിൽ നമുക്ക് 7 രീതിയിൽ നമുക്ക് വരുമാനം സമ്പാദിക്കാം. ഇനി PV ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെർഫോമൻസ് ഇൻസെന്റീവ് ആയിട്ട് 2 മുതൽ 22% വരെ, റോയൽറ്റി ആയിട്ട് 8%, ടെക്നിക്കൽ ബോണസ് ആയിട്ട് 5%, വൈറ്റൽ ഗ്രോത്ത് ബോണസ് ആയിട്ട് 2%, റോയൽറ്റി ഗ്രോത്ത് ബോണസ് ആയിട്ട് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് ആയിട്ട് 2%,
പർച്ചേസ് ക്ലബ് ബോണസ് പ്ലസ് ഫ്രീ പ്രോഡക്റ്റ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് നമുക്ക് 4%. അങ്ങനെ ടോട്ടൽ 45% വരെ നമുക്ക് ഇൻസെന്റീവ്. ഞാൻ തുടക്കം കാണിച്ച സ്ലൈഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഇത്രയും കാശ് കൊടുക്കുന്നത് പൊതുമാർക്കറ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന കച്ചവടക്കാരാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടും, ഇത്രയും എമൗണ്ട്. ഇൻസെന്റീവ് കൊടുക്കുന്ന സ്ലാബ് എങ്ങനെയാണ്? 5000 മുതൽ 9999 2% തുടങ്ങിയിട്ട് 3,00,000 മുകളിലേക്ക് 22% വരുന്ന ഒരു സ്ലാബാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ഓരോ സ്ലാബിനിടയ്ക്കും 2.5% ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആണ് നമുക്ക് ശരിക്കും കമ്മീഷൻ കിട്ടുക. നിങ്ങൾക്ക് വരുന്ന സൈഡിൽ അത് കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി സെൽഫ് യൂസിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ: ഒന്ന്, ഹെൽത്ത് പ്രൊട്ടക്ഷൻ. നല്ല ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആരോഗ്യത്തിന് ഒരു സംരക്ഷണം തന്നെയാണ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ. 100% ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. നമ്മളിന്ന് വാങ്ങിക്കുന്ന ഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളും വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സേവനം ചെയ്യുന്ന ഒരു സംതൃപ്തിയും കൂടെ ആസ്യം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ കിട്ടും. റീസണബിൾ പ്രൈസ് ആണ്. മാർക്കറ്റോട് താരതമ്യം ചെയ്യുമ്പോൾ ന്യായവിലയ്ക്ക് നമുക്ക് കിട്ടും. ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. MRP കൊടുക്കേണ്ട ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. ഒരു അസോസിയേറ്റ് പേരായി കഴിഞ്ഞാൽ 2 മുതൽ 22% വരെ പർച്ചേസ് വോളിയത്തിന്റെ ഇൻസെന്റീവ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. 6 മാസം കൺസിസ്റ്റന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 12% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതോടൊപ്പം തന്നെ 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണോ വാങ്ങിക്കുന്നത് അത്രയും പ്രൊഡക്റ്റ് കിട്ടും. അത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. പർച്ചേസർ ക്ലബ് ബോണസ് എന്നുള്ള ബോണസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെൽഫ് യൂസിൽ കൂടെ കിട്ടുന്ന ബെനിഫിറ്റാണ്. ഒരു ചെറിയ എക്സാമ്പിളെ കാണിച്ചു തരാം. ഒരു 12ഓളം ഉൽപ്പന്നങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എസൻഷ്യലി ആവശ്യമുള്ള ഒരു 12ഓളം പ്രൊഡക്റ്റിന്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ചക്കി ഫ്രഷ് ആട്ട, ഫിസിക്കലി റിഫൈൻഡ് റൈസ് പാൻ ഓയിൽ, പ്രീമിയം CTC ചായ, കോഫി, ബാത്ത് സോപ്പ്, ഗ്രേഡ് 1 ബാത്ത് സോപ്പ്, ഹെർബൽ ഷാമ്പു, ഹെർബൽ പേസ്റ്റ്, ഡിഷ് വാഷ് ലിക്വിഡ്, ബോഡി ടാൽക്ക്, ഡിറ്റർജന്റ് സോപ്പ്, വാഷിംഗ് പൗഡർ ഗ്രേഡ് 1, സാൾട്ട്. ഇത്തരം സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇത്തരം സാധനങ്ങൾ. ഏകദേശം മാർക്കറ്റ് പ്രൈസ് ഒരു 1838 രൂപ വരുന്ന ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ RCMന്റെ കടയിൽ പോയിട്ട് ഒരു അസോസിയേറ്റ് ബാർ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ MRPക്ക് വാങ്ങിച്ചാൽ നമുക്കത് 1545 രൂപ. അതായത് MRPക്ക് വാങ്ങിച്ചാൽ പോലും നമുക്ക് പൊതുമാർക്കിനേക്കാളും വ്യത്യാസം. ഇനി നമുക്ക് RCMന്റെ അസോസിയേറ്റ് ബാർ ആയി കഴിഞ്ഞാലോ, 5 പൈസ മുടക്കില്ല. RCMന്റെ അസോസിയേറ്റ് ബാർ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. രജിസ്ട്രേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ബില്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1199 രൂപയ്ക്ക് കിട്ടും. കഴിഞ്ഞില്ല, ഏകദേശം ഒരു പ്രോഫിറ്റ് ആയിട്ട് നോക്കി ഓരോ ഉൽപ്പന്നത്തിനും താരതമ്യം ചെയ്താൽ 611 രൂപ. ഈ രീതിയിൽ മാത്രം പോകും. ഞാൻ ഇൻസെന്റീവ് ഒന്നും കൂട്ടാതെ മാത്രമാണ് പറഞ്ഞത്. 611 രൂപ. അതായത് ഒരു 12 വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഒരു 12 പ്രൊഡക്റ്റുകൾ ഒന്ന് ബ്രാൻഡ് മാറി കട മാറി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 611 രൂപ വീട്ടിലേക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ ശരിക്കും അതൊരു വലിയ ബെനിഫിറ്റ് ആണത്. പല ആളുകളും ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന അത്രയുള്ള വരുമാനമാണ് 611 രൂപ. RCMന്റെ സെൽഫ് യൂസിൽ ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. ഇപ്പോൾ മാർക്കറ്റുമായിട്ടുള്ള ഈ ഒരു പ്രൈസ് കമ്പാരിസൺ ശരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി സെൽഫ് യൂസിൽ അടുത്ത ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസി ബോണസ്. 6 മാസം സ്ഥിരമായിട്ട് വാങ്ങിയാൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. നമ്മൾ എത്രയോ വർഷമായി എത്രയോ കടകളിൽ നിന്ന് എത്രയോ സാധനങ്ങൾ വാങ്ങിച്ചു നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഒരു 100 PV മുതൽ 1499 PV വരെ 12% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അത് ഇറഗുലർ ആയിട്ട് വാങ്ങുന്ന ആൾക്ക് 1500 PVയുടെ പ്രൊഡക്റ്റുകൾ 6 മാസം വാങ്ങിച്ചാൽ 1500 രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് കിട്ടും. DP എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ വാങ്ങുന്ന വില. 2500 PVയുടെ പർച്ചേസ് ചെയ്താൽ 2500 DPയുടെ പ്രൊഡക്റ്റ് കിട്ടും. 5000 PVയുടെ പർച്ചേസ് ചെയ്താൽ 5000 DPയുടെ പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ആദ്യത്തെ മാസം നമ്മൾ ഒരു 1000 PVയുടെ സാധനം വാങ്ങിച്ചു. അടുത്ത മാസം അത്രയും വേണ്ടി വന്നില്ല, ഒരു 2200 PVയുടെ സാധനം വാങ്ങിച്ചുള്ളൂ. അടുത്ത മാസം ഒരു 300 PVയുടെ സാധനം വാങ്ങിച്ചുള്ളൂ. അടുത്ത മാസം ഒരു 500 PVയുടെ സാധനം വാങ്ങിച്ചു. 5ാമത്തെ മാസം ഒരു 1000 PVയുടെ സാധനം വാങ്ങിച്ചു. 6ാമത്തെ മാസം ഒരു 1500 PVയുടെ സാധനം വാങ്ങിച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 4500 PVയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറഗുലർ ആയിട്ട് വാങ്ങുന്നത്, കറക്റ്റ് എമൗണ്ട് അല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് 12% പ്രൊഡക്റ്റ്, അതായത് 4500ന്റെ 12% 540 രൂപ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ കടകളിൽ നിന്ന് എത്രയോ സാധനങ്ങൾ വാങ്ങിച്ചു, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇത് പൊതുമാർക്കിനേക്കാളും ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ, അതിനേക്കാളും ന്യായവിലയ്ക്ക് നമുക്ക് കിട്ടി, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ കിട്ടി, പക്ഷെ പ്ലസ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. അടുത്തൊരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ, നമുക്ക് സ്ഥിരമായിട്ട് ഇത് നേരത്തെ കാണിച്ചത് ഇറഗുലർ ആയിട്ട് വാങ്ങുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ, കൺസിസ്റ്റൻസി പർച്ചേസ് ഓഫർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് 1500 PVയുടെ പ്രൊഡക്റ്റ് നമ്മൾ 6 മാസം സ്ഥിരമായിട്ട് വാങ്ങിച്ചാൽ 1500 DPയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ 2500 PVയുടെ പ്രൊഡക്റ്റ് 6 മാസം വാങ്ങിച്ചാൽ 2500 രൂപ DPയുടെ സാധനം ഫ്രീ ആയിട്ട് കിട്ടും. 5000 PVയുടെ പ്രൊഡക്റ്റ് 6 മാസം വാങ്ങിച്ചാൽ 5000 DPയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി 10000 PVയുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിലോ നമുക്ക് മാക്സിമം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുക 5000 ആണ്. 5000 DPയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, പ്ലസ് 3000 രൂപ ക്യാഷ് ആയിട്ട്. ടോട്ടൽ 8000ന്റെ ബെനിഫിറ്റ് വന്നു.
25,000 പർച്ചേസ് 6 മാസം സ്ഥിരമായിട്ട് ചെയ്താലോ 5,000 പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 12,500 ക്യാഷ് ബോണസ് കിട്ടും. ടോട്ടൽ 17,500 ബെനിഫിറ്റ്. 50,000 പ്രൊഡക്റ്റ് 6 മാസം സ്ഥിരമായിട്ട് വാങ്ങിച്ചാൽ 5,000 പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ് 3,000 ക്യാഷ് ബോണസ് കിട്ടും. പ്ലസ് ഏകദേശം 35,000 ടോട്ടൽ ബെനിഫിറ്റ്. ഇത്രയും നമുക്ക് ലഭിക്കാൻ നമുക്ക് 6 മാസം സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റുകളിൽ ന്യൂട്രി ചാർജ് ഉണ്ടെങ്കിൽ, നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകളിൽ ന്യൂട്രി ചാർജ് ഉണ്ടെങ്കിൽ ന്യൂട്രി ചാർജിന്റെ വക എക്സ്ട്രാ ഓഫർ ഉണ്ട്. 1,500 പ്രൊഡക്റ്റ് നമ്മൾ ന്യൂട്രി ചാർജ് വാങ്ങുന്നതെങ്കിൽ 1,500 പ്രൊഡക്റ്റ് ന്യൂട്രി ചാർജും കിട്ടും. 1,500 പ്രൊഡക്റ്റ് ആർസിയും കിട്ടും. ടോട്ടൽ 3,000 ബെനിഫിറ്റ്. 2,500 ആണെങ്കിൽ നമുക്ക് 5,000 ബെനിഫിറ്റ് കിട്ടും. 5,000 ആണെങ്കിൽ 10,000 ബെനിഫിറ്റ് കിട്ടും. 10,000 വില വാങ്ങണമെങ്കിലോ 5,000 പ്രൊഡക്റ്റ് കിട്ടും. 3,000 ക്യാഷ് ബെനിഫിറ്റ് ആർസിന്റെ ഭാഗത്തും 5,000 ക്യാഷ് ബോണസ് ന്യൂട്രി ചാർജിന്റെ ബോണസും കിട്ടും. 25,000 വാങ്ങുകയാണെങ്കിൽ 12,500 ക്യാഷ് ബോണസ് ആർസിന്റെ ഭാഗത്തും 12,500 ക്യാഷ് ബോണസ് ന്യൂട്രി ചാർജിന്റെ ഭാഗത്തും കിട്ടും. 50,000 വാങ്ങിയാൽ 5,000 പ്രൊഡക്റ്റ് 30,000 ക്യാഷ് ബോണസ് ആർസിന്റെ ഭാഗത്തും 30,000 ക്യാഷ് ബോണസ് ന്യൂട്രി ചാർജിന്റെ ഭാഗത്തും. എന്നുവെച്ചാൽ ഒരു 5,000 പ്രൊഡക്റ്റ് 6 മാസം സ്ഥിരമായിട്ട് വാങ്ങുന്ന വ്യക്തിക്ക് 70,000 ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. ഇത് അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം നല്ല ബെനിഫിറ്റ് കിട്ടും നമുക്കിവിടെ. അതേപോലെ തന്നെ ഗാമ ഒറിജിനലിലും കിട്ടും. അതേപോലെ കീസോളും കിട്ടും. കീസോളിൽ രണ്ടിലും ക്യാഷോ പാടില്ല, നമുക്ക് ഫ്രീ പ്രൊഡക്ട്സിൽ കിട്ടും. ന്യൂട്രി ചാർജിൽ ക്യാഷ് ഓഫറും കൂടെ കിട്ടുന്നുണ്ട്. ഇനി തുളസി പെയിന്റ് ആണ് വാങ്ങുന്നെങ്കിലോ, തുളസി പെയിന്റ് ആണ് വാങ്ങുന്നെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസി പർച്ചേസിൽ ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് അവാർഡും തുളസി പെയിന്റില്ല. പകരം തുളസി പെയിന്റ് 5,000 മേലെ വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങുന്നതിന്റെ 6% എക്സ്ട്രാ ഇൻസെന്റീവ് ആയിട്ട് അക്കൗണ്ടിൽ. 5,000 മേലെ തുളസി പെയിന്റ് വാങ്ങുകയാണെങ്കിൽ 6% എക്സ്ട്രാ ഇൻസെന്റീവ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. ഇനി റീറ്റെയിൽ ഇൻകം, നമുക്ക് വിൽപ്പനയിൽ കൂടെ വരുമാനം നേടാം. റീറ്റെയിൽ ഇൻകം എങ്ങനെ വിൽപ്പനയിൽ കൂടെ വരുമാനം നേടാം, ഞാൻ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഒരു ഏകദേശം ഒരു 2,000 PVയുടെ പർച്ചേസ് ഒരു 30 ദിവസം ചെയ്തു വെച്ചു. 2,000 PVയുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി രൂപ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 3,500 രൂപയ്ക്ക് അടുത്ത്, അപ്രോക്സിമേറ്റ് ഏകദേശം 3,500 രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ഡെയിലി 2,000 സാധനം, 2,000 സാധനം അല്ലെങ്കിൽ 3,500 സാധനം വെച്ച് ഡെയിലി വിൽക്കുകയാണ് ഒരാൾ. ഒരു പ്രൊഫഷനായിട്ട് വിൽപ്പന പ്രൊഫഷണൽ എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ഈ ഒരു 3,500 സാധനം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുണ്ട്, ഒരു മാസത്തിൽ അതിൽ കൂടുതൽ ആവശ്യമുണ്ട്. മിനിമം ഒരു 2-3 വീടുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സാധനം കൊടുത്താൽ മാത്രം മതി ഈ ഇത്ര എത്താൻ. 2,000 × 30 60,000 പർച്ചേസ്. റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 20% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അതായത് 1,05,000 സാധനം 20% റീറ്റെയിൽ പ്രോഫിറ്റ് 21,000 നമുക്ക് കയ്യിൽ കിട്ടി. 60,000 9.5% ഇൻസെന്റീവ്. വലതുവശത്ത് കാണുന്ന ഇൻസെന്റീവ് സ്ലാബ് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്നത് 60,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 9.5%. 40,000 മുതൽ 70,000 വരെ 9% 9.5% ഇൻസെന്റീവ് അടക്കം നമുക്ക് എത്ര കിട്ടി? 26,700 രൂപ. അതായത് ഡെയിലി ഒരു 2,000 പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, സെയിൽ ചെയ്യാനുള്ള കഴിയുന്ന ഗുണം എന്ന് പറഞ്ഞാൽ പൊതുമാർക്കറ്റിനേക്കാളും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണ്, ന്യായവിലയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് ആരോടും നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. കാരണം അവർക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന ഉൽപ്പന്നങ്ങളാണ്. ഏത് കാറ്റഗറി ആൾക്കാരോടും പറയാം. ഒരു 1-2 മണിക്കൂറത്തെ വർക്ക് മാക്സിമം ഒരു സെയിൽസ് അറിയാത്ത ആൾക്ക് പോലും, നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പല കടകളും സാധനം വാങ്ങിക്കുന്നതാണ്. പറയാം, ഞാനൊരു ബിസിനസ് ആരംഭിച്ചു, ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അവർക്ക് വാങ്ങിച്ചുകൊണ്ട് യാതൊരു നഷ്ടമില്ല, അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 26,700 രൂപ നമുക്ക് സമ്പാദിക്കാം. ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്ക് പോലും ജോലിയുടെ കൂടെ 26,700 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യത്യാസമാണ്. പലപ്പോഴും ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-12 മണിക്കൂർ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും ഇതിന്റെ പകുതി പോലും ശമ്പളം കിട്ടുന്നില്ല. ആലോചിക്കും എത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റി റീറ്റെയിൽ. നമുക്ക് വളരെ സുഖമായിട്ട് റീറ്റെയിൽ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ആർസിന്റെ വണ്ടർ വേൾഡ് ക്യൂക്കുകൾ നമുക്ക് ഒരു വരുമാന മാർഗമാണ്. ആർസിന്റെ ഷോപ്പുകൾ ആരംഭിക്കാം. നമുക്ക് ഷോപ്പുകളില്ലാത്ത പതെങ്കിൽ 3 കിലോമീറ്റർ പരിധിയിൽ ഒരു ഷോപ്പ് അനുവദിക്കും കമ്പനി. വണ്ടർ വേൾഡ് ആരംഭിക്കാം. അതിൽ കൂടെ നമുക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാം. അത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി നമുക്ക് ആർസിന്റെ ടീം ഇൻകം, എങ്ങനെ ടീമിൽ കൂടെ ആർസിന്റെ വരുമാനം ഉണ്ടാക്കാൻ നോക്കാം. ആർസിന്റെ ഒരു ഫസ്റ്റ് ലെവൽ ലഭിക്കുന്നത് നമുക്ക് ഡയറക്ടറുടെ എത്ര പേരെ വേണം ജോയിൻ ചെയ്യിപ്പിക്കാം. നിങ്ങൾ ജോയിൻ ചെയ്തു, ഒരു 1,500 പർച്ചേസ് ചെയ്തു, നിങ്ങൾ 2 ടീം ഡെവലപ്പ് ചെയ്തു സങ്കല്പിച്ചോളൂ. ഒരു ടീം എയും ടീം ബിയും. ടീം എയിൽ ആളുകൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു 15,000 പർച്ചേസ് ചെയ്തു. ടീം ബിയിൽ ആളുകളെല്ലാം കൂടി ചേർന്ന് 5,000 പർച്ചേസ് ചെയ്തു. ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തലയെണ്ണി കാശ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. നിങ്ങളുടെ ടീമിൽ എത്ര ആളുകൾ വന്നു എന്നുള്ളൊരു ചോദ്യമേ ഇല്ല. എത്ര പർച്ചേസ് നടന്നു,
ഒരു കടയിൽ വരുമാനം നിശ്ചയിക്കുന്നത് ആ കടയ്ക്കകത്ത് എത്ര ആളുകൾ വന്ന് കയറി എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടല്ല, എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ആ കടക്കാരന്റെ വരുമാനം. അതേപോലെ തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചു, നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്തു, അവരോടും പറയും നിങ്ങൾക്ക് ഇതേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എക്സ്ട്രാ വരുമാനം നേടാം, നിങ്ങൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാക്കാം, അതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ റെഡിയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ദെൻ അവരിൽ കൂടെ നമ്മൾ അവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ടീമാക്കി ബിൽഡപ്പ് ചെയ്യുന്നു. ആരോട് കാശ് വാങ്ങി വെച്ചിട്ടില്ല, ആർക്കും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, നേരായ മാർഗത്തിൽ അവരവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു, വിൽക്കാൻ കഴിയുള്ള ആൾക്കാർ വിൽക്കുന്നു, അല്ലാത്ത ആളുടെ വീട്ടിലേക്കുള്ള സാധനം മാത്രം വാങ്ങിച്ചാൽ മതി. എക്സ്ട്രാ ഇൻകം ഫാസ്റ്റ് ഇൻകം ഗ്രോത്ത് ഉണ്ടാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് സെയിൽ ചെയ്യണം, നമുക്ക് സെയിൽ ചെയ്യാം, ആളോട് കൂടുതലായിട്ട് പറയാം. എത്ര ആളുകളെ കൂടുതലായിട്ട് നമുക്ക് നമ്മളോട് ആസ്തി ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുന്നോ അത്രയും കൂടുതൽ വരുമാനം നമുക്ക് നേടാൻ കഴിയും. ഒരു കടയ്ക്കകത്ത് എത്ര കൂടുതൽ ആൾക്കാർ വന്ന് കയറുന്നോ, എത്ര കൂടുതൽ ആൾക്കാർ അവർ പർച്ചേസ് ചെയ്യുന്നോ, അത്ര കടക്കാരന് വരുമാനം കിട്ടും. സെയിം തന്നെ രണ്ട് രീതിയിലാണ് മാത്രം. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, സാധാരണ കടയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടീമായിട്ട് നമ്മുടെ ആളുകളെ, നമ്മളും നമ്മുടെ യൂറോപ്പിലും ആൾക്കാർ എല്ലാവരും കൂടെ കൊണ്ട് രണ്ട് ടീമിനെ കണക്കൂട്ടാൻ വേണ്ടി രണ്ട് ടീമായിട്ട് പറയാണ്. ടീം ഏകദേശം 15,000 രൂപയുടെ പർച്ചേസ് ചെയ്തു, ടീം ബി ഏകദേശം 5,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. നമ്മൾ പേഴ്സണലായിട്ട് 1,500 രൂപയുടെ പർച്ചേസ് ചെയ്തു. ടോട്ടൽ എത്ര വരുന്നുണ്ട്? ടോട്ടൽ കണക്കൂട്ടാണെങ്കിൽ 21,500 രൂപ പർച്ചേസ് നടന്നു. 15,000, 5,000, 1,500. അത് 7% വലതുവശം ഇൻസെന്റീവ് സ്ലാബ് ഉണ്ട്. 7% സ്ലാബ് വെച്ചിട്ട് 1,505 രൂപ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. ഇത് മുഴുവൻ നമുക്കുള്ളതല്ല, ടീമായിട്ട് ചെയ്താണ്. അപ്പൊ ടീമായിട്ട് ഓരോരുത്തർക്ക് അവകാശപ്പെട്ട ഓരോരുത്തർക്ക് കൊടുത്തതിനു ശേഷം ബാക്കിയാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ടീം എക്ക് കൊടുക്കേണ്ട എത്ര ഉണ്ടാകും? 15,000 പർച്ചേസ് 4.5% ഇൻസെന്റീവ് വെച്ചിട്ട് 675 രൂപ ടീം എയിൽ ഡിവൈഡ് ചെയ്തു. ടീം ബിയിൽ 5,000 പർച്ചേസ് 2% വെച്ച് 100 രൂപ അവിടെ ഡിവൈഡ് ചെയ്തു. നെറ്റ് എത്ര വരും? 605ഉം 100ഉം കഴിച്ച് 1,505 കുറച്ച് കഴിഞ്ഞാൽ 730 രൂപ നിങ്ങളുടെ ഇൻസെന്റീവ്. പ്ലസ് 250 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ടോട്ടൽ ബെനിഫിറ്റ് എത്രയാ? 950 രൂപ. എന്താ നമ്മൾ ചെയ്തു? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പർച്ചേസ് പാറ്റേൺ ഒന്ന് മാറ്റി, വേണ്ടപ്പെട്ട കുറച്ച് ആൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, നമ്മുടെ വീട്ടിലേക്കുള്ള 1,500 രൂപയുടെ പർച്ചേസ് വാങ്ങിച്ചു നമ്മൾ ചെയ്തു. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ കിട്ടുന്ന വരുമാനമാണ് 950. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചത് കിട്ടുമായിരുന്നില്ല. അടുത്തൊരു ലെവലോട് പോയി കഴിഞ്ഞാലോ, കുറച്ച് മാസങ്ങൾ ടീം കുറച്ച് വലുതായി, നമ്മൾ വീട്ടിലേക്കുള്ള 1,500 രൂപയുടെ പർച്ചേസ് ചെയ്തു. ടീം എയിൽ 30,000 പർച്ചേസ് കൂടിയായി, ടീം ബിയിൽ ഒരു 10,000 പർച്ചേസ് കൂടിയായി. നോക്കിയാൽ ടോട്ടൽ ഇൻകം 41,500, 9% വെച്ച് 3,942 രൂപ. എ ടീമില് 2,100 ഡിവൈഡ് ചെയ്തു, ബി ടീമിൽ 450 ഡിവൈഡ് ചെയ്തു, ടോട്ടൽ 1,392, 250 ഫ്രീ പ്രൊഡക്റ്റും 1,642 ബെനിഫിറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ലെവലില്. അടുത്ത ഓപ്പണർ ലെവലില് ടീം കുറച്ചുകൂടി വലുതായി, ടീം എയിൽ ഏകദേശം 50,000 മേലെ ബിസിനസ് നടന്നു, ടീം ബിയിൽ 20,000 മേലെ ബിസിനസ് നടന്നു. ഒരിക്കൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, എത്ര ആളുകൾ വന്നു എന്നുള്ളൊരു ചോദ്യമേ അല്ല, എത്ര പർച്ചേസ് നടന്നു. ചിലപ്പോൾ കഴിഞ്ഞ മാസമുള്ള അത്രയും ആൾക്കാരെ നയിക്കുമ്പോൾ ഈ മാസം ടീമിൽ ഉണ്ടാവാം, പക്ഷെ അവരുടെ പർച്ചേസ് കൂടിയാലോ, അവർ വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങൾ കൂടുതൽ വാങ്ങിച്ചാലോ, കൂടുതൽ സെയിൽ ചെയ്താലോ, അപ്പം വോളിയം കൂടും. അപ്പം എത്ര ആളുകൾ വന്നു എന്നുള്ള ചോദ്യമല്ല, എത്ര ബിസിനസ് നടന്നു എന്നുള്ള മാത്രമേ ചോദ്യമുള്ളൂ. ആളെ തലയെണ്ണീട്ടിൽ പൈസ കൊടുക്കുന്നില്ല, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാണത്. ടോട്ടൽ 71,500, 12% വെച്ച് 8,550. എ ടീമിലേക്ക് 9.5% വെച്ച് 4,750 ഡിവൈഡ് ചെയ്തു. ബി ടീമിലേക്ക് 7% വെച്ച് 1,400 ഡിവൈഡ് ചെയ്തു. നെറ്റ് ഇൻകം 2,430, 250 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് അടക്കം 2,650 ബെനിഫിറ്റ്. പ്ലസ് ഇവിടെ ഓപ്പണർ ലെവൽ മുതലേക്ക് നമുക്ക് കമ്പനിയുടെ മന്ത്ലി ഗ്രോത്ത് ബോണസും ആനുവൽ ഗ്രോത്ത് ബോണസും. കമ്പനിയുടെ ഒരു മാസം ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന വിറ്റുവരവിന്റെ ഒരു വിഹിതം പോയിന്റ് അടിസ്ഥാനത്തിൽ ഓപ്പണർക്ക് ഒരു പോയിന്റ് ലെവലിൽ നമുക്ക് മന്ത്ലി ഗ്രോത്ത് ബോണസ് കിട്ടും. ഓരോ മാസവും ഗ്രോത്ത് ബോണസ് കൂടിക്കൊണ്ടിരിക്കുക, കാരണം ഓൾ ഓവർ ഇന്ത്യ ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുക. ഈ കണക്കുകൾ കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. കണക്ക് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ ആള് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് കയറി പരിശോധിക്കാം. വളരെ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ പറയാൻ വേണ്ടി ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതൊന്നും നമ്മൾ കണക്കൂട്ടി ടെൻഷൻ അടിക്കാൻ വേണ്ടി, ഇതെല്ലാം കമ്പനി ചെയ്തോളും, നമുക്ക് ഒന്നും ഒരു ടെൻഷനും ഇല്ല. കമ്പനിയുടെ സോഫ്റ്റ്വെയർ എല്ലാം ചെയ്തോളും. എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് 30-ാം തീയതി ബിസിനസ് ക്ലോസ് ചെയ്യും. ഏകദേശം ഒരു 3-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് വരും, കമ്മീഷൻ സ്റ്റേറ്റ്മെന്റ്. TDS കട്ട് ചെയ്ത ശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ട് കറക്റ്റ് ആയിട്ട് 6-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റ് എടുക്കും. നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ കണക്ക് പറയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അടുത്ത ലെവൽ നമുക്ക് സ്റ്റാർ എന്നുള്ള ലെവല് എ ടീമിൽ 2 ലക്ഷം, ബി ടീമിൽ 1 ലക്ഷം പർച്ചേസ് വോളിയം വന്നു. ടോട്ടൽ ഇൻസെന്റീവ് 22% വെച്ചിട്ട് 88,300. എ ടീമിൽ 42,500 കൊടുത്തു, ബി ടീമിൽ 21,750 കൊടുത്തു. ടോട്ടൽ 20,750 രൂപ ഇൻസെന്റീവ്, 250 പർച്ചേസ് നമ്മുടെ ഫ്രീ പ്രൊഡക്റ്റ് അടക്കം 21,000 ബെനിഫിറ്റ്.
ആലോചിക്കണോ, വീട്ടിലേക്കുള്ള പർച്ചേസ് പാറ്റേൺ മാറ്റി കുറച്ച് ആളോട് ആർസിയും പറഞ്ഞു, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സമയത്ത് ഒരു 20,000 മേലെ വരുമാനം നമുക്ക് ലഭിക്കുന്നു. നമ്മളൊരു കാശ് മുടക്കിയിട്ടില്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഒരു പുതിയ ജീവിതമാർഗം കണ്ടെത്തി കൊടുത്തുകൊണ്ടാണ് നമുക്ക് വരുമാനം എത്താൻ കഴിയും. സ്റ്റാർ എന്നുള്ള ഫസ്റ്റ് പിൻ ലെവലിലേക്ക് എത്താം. ഇവിടെ നമുക്ക് മന്ത്ലി ഗ്രോത്ത് ബോണസ് ഞാൻ പറഞ്ഞു, ഓപ്പണർ എന്ന ലെവലിൽ 1% ഈ ലെവൽ ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ എന്നുള്ള വൈറ്റൽ ലെവലുകൾ എന്ന ഈ ലെവലുകൾ പറയാം. ഈ ലെവലുകളിൽ കമ്പനിയുടെ മൊത്തം വിറ്റുവരവിന്റെ 1% പോയിന്റ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും. ഓപ്പണർക്ക് 1 പോയിന്റ്, ഈഗിളിന് 2 പോയിന്റ്, റണ്ണറിന് 3 പോയിന്റ്, വിന്നറിന് 4 പോയിന്റ്, സ്റ്റാറിന് 5 പോയിന്റ്. ഇത്ര ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യും. ഓപ്പണർ കിട്ടിയതിന്റെ 5 ഇരട്ടി സ്റ്റാറിന് കിട്ടും. ഏകദേശം സ്റ്റാർ ലെവലിലുള്ള ആൾക്ക് ഏകദേശം ഒരു 7,000 രൂപയ്ക്ക് മേലെ മന്ത്ലി ഇൻസെന്റീവ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രോത്ത് ബോണസ് ഇൻസെന്റീവ്. അതേ എമൗണ്ട് കൂട്ടി ആ വർഷത്തിൽ ഒരിക്കലും കിട്ടും. ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം വിറ്റുവരവിന്റെ. അടുത്തത് റോയൽറ്റി ലെവലുകൾ. റോയൽറ്റി ലെവലുകളിലെ ഇൻസെന്റീവ് പോയിന്റ് അടിസ്ഥാനത്തിൽ റോയൽറ്റി ലെവലിൽ കിട്ടും 1%. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ലെവലുകളിൽ ഈ മന്ത്ലി ഇൻസെന്റീവ് 0.5% വെച്ച് പേൾ മുതൽ സ്റ്റാർ എമറാൾഡ് വരെ, റൂബി മുതൽ സ്റ്റാർ ഡയമണ്ട് വരെ ഒരു 0.5% വെച്ചിട്ട് മന്ത്ലി ഗ്രോത്ത് ബോണസ്. നമുക്ക് അപ്രോക്സിമേറ്റ് കണക്കാക്കുകയാണെങ്കിൽ വൈറ്റൽ ലെവലിൽ, ബിഗിനർ ലെവലിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 1,000 രൂപയ്ക്ക് അടുത്ത് ഇൻകം ഉണ്ടാവും. സ്റ്റാർട്ട് ലെവലിൽ ഏകദേശം 2,000 രൂപയ്ക്ക് അടുത്ത്, ഓപ്പണർ ലെവലിൽ ഏകദേശം 3,000 രൂപയ്ക്ക് അടുത്ത്, ഈഗിൾ ലെവലിൽ ഏകദേശം 5,000 രൂപയ്ക്ക് അടുത്ത്, റണ്ണർ ലെവലിൽ ഏകദേശം 7,000 രൂപയ്ക്ക് അടുത്ത്, വിന്നർ ലെവലിൽ 10,000 രൂപയ്ക്ക് അടുത്ത്, സ്റ്റാർ ലെവലിൽ 15,000 രൂപയ്ക്ക് അടുത്ത്. അപ്രോക്സിമേറ്റ് ആണ് കാണിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച എക്സാമ്പിൾ സ്റ്റാറിന് ഏകദേശം 20,000 രൂപയ്ക്ക് മേലെ വരുമാനമാണ്. അപ്പം ഏകദേശം കുറഞ്ഞ കണക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും കൂടുതലാണ് പല ലെവലുകളിൽ നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരു പാർട്ട് ടൈമറായിട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഈ സ്റ്റാറിനും റോയൽറ്റി ഒക്കെ എത്താൻ വളരെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് റോയൽറ്റി ലെവലുകൾ നമുക്ക് 3 മുതൽ 8% വരെ റോയൽറ്റി നമുക്ക് കിട്ടും. ഏകദേശം 20,000 മുതൽ 40,000 വരെ ഗോൾഡ് മുതൽ സ്റ്റാർ പ്ലാറ്റിനം വരെയുള്ള റോയൽറ്റി ലെവലുകൾ. നമുക്ക് സ്ഥിര വരുമാനം, അതായത് നമ്മൾ ഒരു ബുക്ക് എഴുതിയാൽ, ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ, ഒരു പാട്ട് പാടിയാൽ അവർക്ക് ലൈഫ് ലോങ് റോയൽറ്റി കിട്ടുന്ന പോലെ നമ്മൾ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അയാളെ വളർത്തി വലുതാക്കി അയാൾക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ലെവലിലേക്ക്, ഒരു സ്റ്റാറിന്റെ മുകളിലേക്ക് അയാളെ എത്തിക്കുന്ന സമയത്ത് അയാളുടെ ടീമിൽ നടക്കുന്ന മൊത്തം വിറ്റുവരവിന്റെ 3 മുതൽ 8% വരെ നമുക്ക് റോയൽറ്റി കിട്ടും. അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയതിന്റെ ഒരു പാരിതോഷികം പോലെ റോയൽറ്റി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അത് ആ ഒരു നമുക്ക് ഒരിക്കൽ ചെയ്ത ആ പ്രവർത്തിക്ക് ലൈഫ് ലോങ് കിട്ടുന്ന വരുമാനം. 20,000 മുതൽ 40,000 വരെ ഇൻകം കിട്ടുന്ന ലെവലാണ് സ്റ്റാർ പ്ലാറ്റിനം വരെ. ഈ ഗ്രോത്ത് ബോണസ് കൂടാതെ തന്നെയാണ് ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്ത് ഗ്രോത്ത് ബോണസ് വരുന്നത് കൂടുതൽ. അപ്പൊ ഏകദേശം ഒരു 40,000 50,000 രൂപയ്ക്ക് അടുത്ത് മാസ വരുമാനം കിട്ടുന്ന റോയൽറ്റി എച്ചുകൾക്ക്. ഈ ടെക്നിക്കൽ ബോണസ് 50,000 മുതൽ ഏകദേശം സ്റ്റാർ പോൾ 75,000, എമറാൾഡ് 1.25 ലക്ഷം, സ്റ്റാർ എമറാൾഡ് 1.25 ലക്ഷം, റൂബി 2.5 ലക്ഷം, സ്റ്റാർ റൂബി 4 ലക്ഷം, സഫയർ 8 ലക്ഷം, സ്റ്റാർ സഫയർ 15 ലക്ഷം, ഡയമണ്ട് 25 ലക്ഷം, സ്റ്റാർ ഡയമണ്ട് 50 ലക്ഷം. ആർസിമിന്റെ ടെക്നിക്കൽ ലെവലുകളാണ്. ഗ്രോത്ത് ബോണസ് മന്ത്ലി ഇൻസെന്റീവ് കൂടാതെ തന്നെ ഏകദേശം ഒരു 50 ലക്ഷത്തിന് മേലെ ഡയമണ്ട് ഇന്ത്യയിൽ വാങ്ങുന്നത്, 1 കോടിക്ക് അടുത്ത് സ്റ്റാർ ഡയമണ്ട് ഇന്ത്യയിൽ വാങ്ങുന്ന ആളുകൾ ഇന്ന് നിലവിലുണ്ട് ആർസിമിൽ കൂടെ. നമുക്ക് അൺലിമിറ്റഡ് ഇൻകം നേടാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആർസിമി നമുക്ക് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അതിന്റെ സാധ്യത നമുക്കൊന്ന് നോക്കാം. പ്രോഡക്റ്റ് റേഞ്ച്. ആർസിമിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ ആർസിമിന്റെ പ്രോഡക്റ്റ് റേഞ്ച് തന്നെയാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആർസിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്. മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്, ഏറ്റവും ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർസിമിയുടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. മാർക്കറ്റിൽ ആർസിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് വലുതാക്കാൻ, ഒരു നെറ്റ്വർക്കിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് നെറ്റ്വർക്ക് വലുതാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ 5 പൈസ മുടക്കില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ കൂടെ, നല്ല ബന്ധങ്ങളിൽ കൂടെ നല്ലൊരു ബിസിനസ് നെറ്റ്വർക്ക് നമുക്ക് ഇന്ത്യയിൽ എവിടെയും പടുത്തുക. മാറുന്ന ഇൻഡസ്ട്രിയുടെ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ റിസർച്ചിൽ കൂടെ കണ്ടെത്തിക്കൊണ്ടാണ് ആർസിം മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഒരു സാധാരണ വ്യക്തിയെ, ഒരു സാധാരണക്കാരനായ വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തെ വളർത്തി വലുതാക്കി അദ്ദേഹത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങൾ വരുത്തി, അദ്ദേഹത്തിന് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു അസാധാരണക്കാരനായ വ്യക്തിയായിട്ട് മാറ്റാൻ ആർസിമിന് കഴിയുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ആളുകൾ ആർസിഎം എന്നുള്ള ഈ പ്രസ്ഥാനത്തിൽ കൂടെ ഒരുപാട് ലെവലുകളിലേക്ക് ജീവിതത്തിൽ മാറാനുണ്ട്. റെഗുലേറ്ററി എൻവയറോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു നിയന്ത്രിതമായ അന്തരീക്ഷത്തിലൂടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ മറ്റു തെറ്റുകളിലേക്കും ഒന്നും പോവാതെ നമുക്ക് നേരായ മാർഗത്തോട് ജീവിക്കാനുള്ള അന്തരീക്ഷം. ഇന്നോവേഷൻ, നമുക്ക് നല്ല ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പടുത്തുയർത്താൻ പറ്റുന്ന ഒരു ആർസിഎമ്മിന്റെ സാധ്യതകൾ അതാണ്. എന്ത് നമ്മൾ ചെയ്യണം? വാട്ട് വി നീഡ് ടു ഡു ഫോർ ഫാസ്റ്റ് ഗ്രോത്ത്. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആർസിഎം ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാനൊന്നുമില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. അവനവനിലൊരു വിശ്വാസം ഉണ്ടാവണം. യെസ്, എനിക്ക് നേടാൻ പറ്റും, എനിക്ക് എന്റെ ലൈഫിൽ എന്തൊക്കെ നേടാൻ പറ്റും, എനിക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം അവനവനിൽ ഉണ്ടാവണം.
ബിലീവ് ഇൻ ആർ സി എം. 100% വിശ്വസിക്കുക ആർ സി എം. 100% വിശ്വസിച്ചോളൂ. കാരണം നമ്മൾ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കമ്പനി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. 60,000 കോടിക്ക് മേലെ ആസ്തിയുള്ള കമ്പനിയാണ്. ഫാക്ടറികളും ഒക്കെ ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കമ്പനിയുടെ കണക്ക് പ്രകാരം ഒരു 500 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു, പ്ലാനിങ് കഴിഞ്ഞു കമ്പനി. അത്രത്തോളം അവർ ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ ഉണ്ടായി കഴിഞ്ഞു. അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് 100% കമ്പനിയിൽ വിശ്വാസം വേണം. ഫോളോ ദ സിസ്റ്റം. ഒരു പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ ശക്തമായിട്ട് സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിച്ചാൽ റിസൾട്ട് 100% ഗ്യാരണ്ടിയാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെയാണ് ചോയ്സ്. എന്താണ് വേണ്ടത്? സ്ട്രഗിൾഡ് ഫോർ ലൈഫ് ഓർ ഫോക്കസ് 3 years. ജീവിതകാലം മുഴുവൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട്, ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, എനിക്കൊന്നും ആയില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാനൊന്നും ആയില്ലല്ലോ, സങ്കടപ്പെട്ടുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കണോ? അല്ലെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട്, ലക്ഷ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, സ്വപ്നങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി ഒരു 3 വർഷം ആർസിഎമ്മിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെയാണ് ചോയ്സ്. ഉറപ്പായിട്ടും പറയാം, ഒരു 3 വർഷം ഫോക്കസിൽ ആർസിഎമ്മിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തും നേടാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 20-25 വർഷം കൊണ്ട് ജോലിയിൽ കൂടെ നേടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി നമുക്ക് ആർസിഎമ്മിൽ കൂടെ ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ സമ്പാദിക്കാം. അതിനപ്പുറം, പണത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കാം. ഏറ്റവും വലുത് നമുക്ക് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് ആരോഗ്യം ഉറപ്പുവരുത്താം. ഒരുപാട് ആളുകളിലേക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യ സന്ദേശം എത്തിക്കാം, ആരോഗ്യ ബോധവൽക്കരണം എത്തിക്കാം. ഒരുപാട് കുടുംബങ്ങളെ വരുമാനത്തിലേക്ക് കൈപിടിച്ചു വെക്കാൻ ഒരു കാരണക്കാരനായി നമുക്ക് മാറാം. ഒരുപാട് കുടുംബങ്ങളെ വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കും. ഒരു വലിയൊരു ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് ആർസിഎം. ഒരു 3 വർഷം ഒന്ന് സമർപ്പിക്കുക ആർസിഎമ്മിൽ. ഉറപ്പായിട്ടും നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരുപാട് വിജയങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ ആർസിഎം എന്നുള്ള ഈ ഒരു നന്മ വൃക്ഷം സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ശരിയായ തീരുമാനമെടുക്കുക, ശക്തമായിട്ട് തീരുമാനമെടുക്കുക. നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനം നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറയുടെ തന്നെ ഭാവിയെ ശോഭനമാക്കും. താങ്ക് യു. ജയ് ആർസിഎം.